എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയ ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് MTFനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. ഞാൻ പ്രതീഷ് സരസ്വതി. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് MTF അല്ലെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ ഇനി പൈസ ഇല്ലാതെ ട്രേഡ് ചെയ്യാം എന്ന ഒരു തമ്പനെയിലാണ് നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ പൊതുവേ നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾക്ക് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതായത് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം പൈസ ഇല്ലാതെ ട്രേഡ് ചെയ്യുകയോ? അങ്ങനെയാണോ സത്യം? തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മളുടെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ ഉണ്ടായിരിക്കണം. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ ആര് നൽകും? നമ്മൾ ഇതുവരെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സിറോദ നമുക്ക് കടമായി തരുന്നു എന്നതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഇത് സിറോദ മാത്രമല്ല, നേരത്തെ അപ്സ്റ്റോക്കും അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണും ഒക്കെ ഇത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഡിസ്കൗണ്ട് ബ്രോക്കർ ആയിട്ടുള്ള സിറോദ പോലും ഇത് നൽകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചത്. എന്താണ് MTF എന്ന് നമുക്ക് പോയെന്ന് നോക്കാം. നേരത്തെ നമുക്ക് ഈ ഷെയറുകൾ വാങ്ങി വെക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മളുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് നമ്മൾ ലോങ് ടൈമിലേക്ക് ഷെയറുകൾ വാങ്ങി വെക്കുകയാണ് അല്ലേ? അല്ല, നമുക്ക് ആരും കടം തരത്തില്ല. നമുക്ക് സിറോദ കടം തരുമായിരുന്നു. എങ്ങനെയായിരുന്നു? രാവിലെ നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, 9:15 ആവുന്നു. 9:15 മുതൽ 3:30 വരെയുള്ള സമയത്ത് നമുക്ക് കടം തരുമായിരുന്നു. എങ്ങനെയാണ്? നമുക്ക് ഷെയറുകൾ വാങ്ങാം, അതിനെ ഇൻട്രാഡേ രീതിയിൽ നമുക്ക് വൈകുന്നേരം വരെ കൊണ്ടുപോകാം. ഇതിന് സിറോദ നൽകിയിരുന്നത് 5x ആയിരുന്നു. 5 ഇരട്ടി വരെ നമുക്ക് ഒരു ലിവറേജ് അവർ നൽകിയിരുന്നു. മോർണിംഗ് നമ്മൾ എൻ്റർ ചെയ്യുന്നു, അന്ന് 3:30 നമ്മൾ എക്സിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ ആലോചിച്ച് എന്താണ്, ഈ 5x എന്നത് നമുക്ക് ഈ ഷെയറുകൾ വാങ്ങി ഒരു ലോങ് ടൈമിലേക്ക് ഇടുമ്പോൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്ത് രസമായിരുന്നു നമ്മൾ ചിന്തിച്ചു അല്ലേ? അത് സിറോദ നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഒരു രസമായിരുന്നു നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ അവർ ഇത് ഇവിടെ നമുക്ക് നൽകുന്നു. ഇത് ശരിക്കും നമ്മളെ സഹായിക്കാനാണോ അതോ നമ്മളെ വീഴ്ത്താനാണോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്ത് ടെക്നിക്കലി ഫണ്ടമെന്റലി കാര്യങ്ങൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് ശരിക്കും ഒരു നല്ല ഒരു ചാൻസ് ആണെന്ന് പറയാം. അതല്ല, കാര്യങ്ങൾ അറിയാതെ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പൈസ കിട്ടി എനിക്ക് കുറച്ച് ഷെയറുകൾ മേടിച്ചിടാം എന്ന ചിന്താഗതി പോയി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇതൊരു വലിയൊരു ട്രാപ്പാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് നോക്കുക പോലും ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നോക്കാം. സിറോദ നമുക്ക് വെറുതെ പൈസ ഇങ്ങ് തരികയല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ്? നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇത് അവർ നൽകുന്നതെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ദൂഷ്യവശം എന്നത് നമ്മൾ മലയാളികളുടെയൊക്കെ പ്രത്യേകതയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളുടെ പ്രത്യേകതയാണ്. നമുക്ക് പൈസ എവിടുന്ന് കടം കിട്ടുന്നോ, ലോൺ ആയിക്കോട്ടെ അത് വേറൊരു വഴി കൂടെ കിട്ടുന്നതായിക്കോട്ടെ, നമ്മൾ പരമാവധി വാങ്ങാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ മലയാളികൾക്കുണ്ട്. അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടെന്ന് പറയാം. പക്ഷേ ഇവിടെയാണ് നമ്മളെ പെടുത്തുന്നത്. പരമാവധി നമ്മൾ കടോ വീടോ ഒക്കെ വാങ്ങിയ ശേഷം നമ്മൾ വീടുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇപ്പൊ തന്നെ അല്ലേ? വലിയ വലിയ വീടുകൾ വെക്കുന്നു, അത് കടമായിരിക്കാം. പക്ഷെ അവിടെ നിന്നും വീട്ടിൽ നിന്നും ഒരു ഇൻകവും ലഭിക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മുന്നിലേക്കാണ് സിറോദ നിങ്ങൾ വരൂ, കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ പൈസ ഞങ്ങൾ നൽകാം, നിങ്ങൾ ഷെയറുകൾ വാങ്ങിച്ചിടൂ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ചില കഥകളുണ്ടല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് സിറോദ ഈ പൈസ നൽകുന്നത് നിങ്ങൾക്കെന്ന്. അതായത് സിറോദ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നൽകി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവർ അതിൽ നിന്ന് ഈടാക്കുന്നത് 0.04% ഒരു പലിശയാണ് അവർ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് 0.04% പലിശ എന്നാൽ പെർ ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം 40 രൂപയാണ് 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് നിങ്ങൾക്ക് ചെലവാകുന്നത്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ സിറോദയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും 0.04 വെച്ച് 40 രൂപ ഒരു ദിവസം നിങ്ങൾ സിറോദയ്ക്ക് നൽകിക്കൊണ്ടിരിക്കണം എന്നാൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്ട് ചെയ്ത് എടുത്തോളൂ. ഇത് മാത്രമാണോ നമ്മൾ അവർക്ക് നൽകേണ്ടത്? അല്ല, മറ്റ് ചില ചാർജ് കൂടി ഇതിന്റെ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഇതുപോലുള്ള ഡെലിവറികൾ എടുക്കുമ്പോൾ, ഇൻട്രാഡേ അല്ല ഞാൻ പറയുന്നത്, നമ്മൾ സ്റ്റോക്കുകൾ മേടിച്ച് ലോങ് ടൈമിലേക്ക് 1, 2, 3, 4 ദിവസമായിക്കോട്ടെ, ആഴ്ചയായിക്കോട്ടെ, മാസമായിക്കോട്ടെ, വർഷമായിക്കോട്ടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൽ ബ്രോക്കറേജ് ഫ്രീ ആയിരുന്നു സിറോദയിൽ അല്ലേ? തീർച്ചയായിട്ടും ഫ്രീ ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ MTF എന്ന രീതിയിൽ, നിങ്ങൾ ഈ കടം മേടിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് 0.03% അല്ലെങ്കിൽ 20 രൂപ, ഇതിലേതാണോ ഏറ്റവും ചെറുത് അത് അവർ ബ്രോക്കറേജ് ഈടാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഈ ഒരു 40 രൂപയുണ്ട്. അതായത് ഡെയിലിയാണ് 40 എന്ന് ആലോചിക്കുക. 1 ലക്ഷത്തിന് പുറത്ത് ആണ് ഈ ഒരു 40 രൂപ ഡെയിലി വരുന്നത്. ഇനി അതല്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രോക്കറേജ് ഇവിടെയുണ്ട്. ഇത് മാത്രമാണോ? അല്ല, നിങ്ങളത് ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് അത് പ്ലെഡ്ജ് ചെയ്യണം എന്നൊരു നിർബന്ധമുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾ ഇന്ന് ഒരു ഷെയർ വാങ്ങി, ഷെയർ വാങ്ങിയത് എങ്ങനെയാണ്? ഈ ഒരു MTF സിസ്റ്റത്തിലാണ് വാങ്ങിയതെങ്കിൽ അന്ന് 7 മണിക്ക് മുന്നേ നിങ്ങൾ സിറോദയ്ക്ക് പ്ലെഡ്ജ് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. അതായത് 5:30 ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ മെയിലിൽ വരും. ജസ്റ്റ് ഒരു ലിങ്ക് മാത്രമാണ്, ക്ലിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, കൊടുക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ
30 രൂപ അതിന് നിങ്ങൾ പൈസ കൊടുക്കണം. ഇത് മാത്രമല്ല, എന്നാണോ നിങ്ങൾ പ്രോഫിറ്റിൽ ഈ ഒരു ഷെയറിൽ നിന്ന് ഇറങ്ങുന്നത്, പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസിലായാലും നിങ്ങൾ ഇറങ്ങുന്നത്, സ്കോർ ഓഫ് ചെയ്യുമ്പോൾ 50 രൂപ പ്ലസ് GST അവിടെയും നൽകണം. അപ്പം ഇത്രയും ചാർജസ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കാതെ ഇരിക്കുക. ശരിക്കും നിങ്ങളുടെ കയ്യിലെ സ്വന്തം പൈസ കൊണ്ടാണ് നിങ്ങൾ ഒരു ഷെയർ മേടിച്ച് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ചെലവില്ല. അവിടെ ബ്രോക്കറേജ് ഫ്രീ ആണ്, അവിടെ പ്ലെഡ്ജ് റിക്വസ്റ്റ് എന്ന ഇങ്ങനെ ഒരു സംഭവമില്ല, അവിടെ സ്കോർ ഓഫ് ചെയ്യുമ്പോൾ പൈസ, ഇതിനൊന്നും പൈസ നമ്മൾ കൊടുക്കണ്ട അല്ലേ. ഇത് മാത്രമല്ല, നമ്മൾ ഇതുപോലെ ഡെയിലി പൈസ അവർക്ക് പലിശ കൊടുക്കുകയും വേണ്ട. നമ്മുടെ സ്വന്തം പൈസയാണെങ്കിൽ നമ്മൾ ആർക്കും ഒന്നും കൊടുക്കണ്ട. നമ്മൾ റിലയൻസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, റിലയൻസിന്റെ ഒരു ഷെയർ മേടിച്ചു, അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് എടുത്ത് നിങ്ങൾ പൊക്കോളൂ. ഇത് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ MTF എന്ന രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ബാധകമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു മാർജിൻ ട്രേഡ് എന്ന രീതിയിൽ ഞാൻ കടം മേടിക്കുമ്പോൾ എനിക്കിത് പ്ലെഡ്ജ് ചെയ്ത് ഓപ്ഷൻ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഇത് നിങ്ങൾ പ്ലെഡ്ജ് ചെയ്യുന്നത് സിറോദയ്ക്ക് നിങ്ങൾ ഓതറൈസേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഈ റൂളും റെഗുലേഷൻസും എല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്താണ് അവർക്ക് ഇത് നൽകിയിരിക്കുന്നത് എന്നതാണ് സാരം. ഇനി നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ, നോക്കൂ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, എനിക്കൊരു ഷെയർ വാങ്ങണം എന്ന സമയത്ത് ഞാൻ റിലയൻസിൻ്റെ ഷെയർ വാങ്ങുമ്പോൾ സിറോദ എനിക്ക് എത്ര രൂപ തരുന്നു? എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു 4 ലക്ഷം രൂപയും കൂടെ അവർ നൽകുന്നു. അതായത് 5 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ എനിക്കിവിടെ ട്രേഡ് എടുക്കാൻ സാധിക്കുന്നു. അതായത് 1 ലക്ഷം രൂപ എൻ്റെത്, 4 ലക്ഷം രൂപ സിറോദ കടം തന്നത്, ബാക്കി 5 ലക്ഷം രൂപയ്ക്ക് എനിക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? റിലയൻസിൻ്റെ ഷെയർ വാങ്ങാൻ സാധിക്കുന്നു. അപ്പോൾ ഞാനിവിടെ പലിശ നൽകേണ്ടത് ഈ 4 ലക്ഷം രൂപയ്ക്കാണ് എന്നതാണ് സത്യം. നമുക്കിനി ഈ ചാർട്ടിലേക്ക് വരാം. റിലയൻസിന്റെ ഷെയർ നിങ്ങൾ ഇവിടുന്ന് എടുത്തു മുകളിലേക്ക് പോകുമെന്ന രീതിയിലാണ് നിങ്ങൾ കടം മേടിച്ച് ഇവിടെ ഷെയർ വാങ്ങിയിട്ടിരിക്കുന്നത്. അതിൽ 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നിങ്ങളുടേത്. 4 ലക്ഷം രൂപ സിറോദ കടം തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ മാർക്കറ്റ് പക്ഷേ നിർഭാഗ്യവശാൽ താഴേക്ക് ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ 1 ലക്ഷം രൂപയും സിറോദയുടെ 4 ലക്ഷം രൂപയാണുള്ളത് അല്ലേ. മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞ് നിങ്ങളുടെ 1 ലക്ഷം രൂപയായിട്ടുള്ള ഒരു 80,000 രൂപയുടെ നഷ്ടത്തിലേക്ക് പോയി എന്ന് കരുതുക. ബാക്കി നിങ്ങളുടെ പൈസ എത്രയാണുള്ളത്? 20,000 രൂപ മാത്രമേ ഇവിടെ ഉള്ളൂ നിങ്ങളുടെ അല്ലേ. മാർക്കറ്റ് ഇടിഞ്ഞു, 80,000 രൂപയുടെ നഷ്ടത്തിലാണ് നിങ്ങളിപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇനി 20,000 രൂപ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് സിറോദയ്ക്ക് സ്കോർ ഓഫ് ചെയ്യാനുള്ള അനുമതി നിങ്ങൾ നേരത്തെ ഓൾറെഡി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിറോദ ഇവിടെ സ്ക്വയർ ഓഫ് നടത്തുമെന്ന കാര്യം ഓർക്കുക. സ്ക്വയർ ഓഫ് വെറുതെ നടത്തുകയല്ല, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, അതായത് 0.04%, ഇത് കൂടാതെ ഇതുപോലെയുള്ള ചാർജസും എല്ലാം അവർ ഈടാക്കിയ ശേഷമായിരിക്കും ഇവിടെ നിങ്ങളുടെ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ചില ഗുലുമാലുകൾ കൂടി ഇതിന് പിന്നിൽ കിടപ്പുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, 5x എന്നത് എല്ലാ സ്റ്റോക്കിലും എനിക്ക് 5x ലിവറേജ് ലഭിക്കുമോ എന്ന്. ഒരിക്കലുമില്ല. നോക്കൂ, അവരവരുടെ ലിസ്റ്റ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഓരോ സ്റ്റോക്കിനും അതിൻ്റെ ആ ഒരു വോളറ്റിലിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത അനുസരിച്ചുള്ള ലിവറേജ് ആണ് അവരിവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, അവർ നൽകിയിരിക്കുന്ന ഓരോ സ്റ്റോക്കിലും ലിവറേജ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ABB എന്ന കമ്പനിക്ക് 4x അതുപോലെ തന്നെ അബൌട്ട് ഇന്ത്യക്ക് 5x നൽകിയിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴോ മറ്റ് ചില കമ്പനികൾക്ക് നോക്കൂ, ഇവിടെ 2 മാത്രം ലിവറേജ് അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ കമ്പനിക്കും അവരുടെ ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഓവറായിട്ടുള്ള വോളറ്റൽ അല്ല എന്ന രീതിയൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ അതായിട്ടുള്ള ലിവറേജ് ഇവിടെ നൽകുന്നത്. മികച്ച കമ്പനികൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല 5x തന്നെ ലിവറേജ് ലഭിക്കുന്നു. അതല്ല, കുഴപ്പകരമായിട്ടുള്ള മിഡ് സ്റ്റോക്കും സ്മോൾ സ്റ്റോക്കും ഒക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ അവിടെ ലിവറേജ് ഒക്കെ വളരെ കുറവായിരിക്കും എന്നും ആലോചിക്കുക. നിങ്ങൾക്ക് ഈ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിന്റെ ഈ ഒരു ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, സിറോദയുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ റിലയൻസ് എടുക്കുകയാണ്. റിലയൻസ് വന്നു കഴിഞ്ഞു. റിലയൻസിന്റെ കാൽക്കുലേറ്റർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ റിലയൻസിന്റെ 5x ലിവറേജ് ആണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു. നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുന്നു. കാൽക്കുലേറ്റർ പോകുമ്പോൾ എന്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപയുണ്ട്. അതിന്റെ പ്രൈസ് എന്നത് ഇപ്പോൾ എത്രയാണ്? റിലയൻസിന്റെ 1205 എന്ന അവസ്ഥയിലാണ് റിലയൻസിന്റെ പ്രൈസ് എന്ന് കാണാൻ സാധിക്കുന്നത്. 1205 എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നോക്കൂ, ഇവിടെ ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് എൻ്റെ കയ്യിലുള്ളതിന് വാങ്ങിയപ്പോൾ സിറോദ നമുക്ക് നോക്കൂ ഇവിടെ 4 ലക്ഷം രൂപയ്ക്ക് എടുത്ത് സിറോദ നമുക്ക് കടം തന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് 414 ക്വാണ്ടിറ്റി വാങ്ങുവാനും സാധിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓരോ ഷെയറുകൾ ഇതോളം പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു MTF ആക്റ്റീവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നേരെ റിലയൻസിന്റെ, ഞാൻ എക്സാമ്പിൾ ആണ്, റിലയൻസിന്റെ ഒരു ഷെയർ എടുത്തു. അതിനുശേഷം നോക്കൂ, നേരത്തെ നമുക്കുണ്ടായിരുന്നത് റെഗുലർ, AMO, ഐസ്ബർഗ്, കവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മുകളിലുണ്ടായിരുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് നോക്കൂ, MTF കൂടി വന്നിരിക്കുന്നു. കണ്ടില്ലേ? MTF ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്താണ്? മാർക്കറ്റ് ഓർഡർ ഇട്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ ബൈ ചെയ്യുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് ടൈം അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ സിറോദയുടെ
പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നോക്കൂ എങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി ഇവിടെ കൊടുക്കുന്നുണ്ട് അവർ. അതായത് ഇപ്പോൾ റിലയൻസിന്റെ അവരെടുത്ത ശേഷം MTF എടുക്കുന്നു. MTF എടുത്ത ശേഷം അവർ ജസ്റ്റ് എഗ്രി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലിൽ ഒരു റിലയൻസിന് ഷെയർ എടുക്കുന്നു, അതിനുശേഷം ബൈ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് വരുന്നത്, ഈ MTF ആക്റ്റീവ് ചെയ്യാനുള്ള ഒരു കോളം വരുന്നു. അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, ഇത് മാത്രമേ ഉള്ളൂ അവിടെ സംഭവിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആക്സെപ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി ഷെയർ വാങ്ങേണ്ടത് എന്ന് കൂടി നമുക്ക് പോയി നോക്കാം. നോക്കൂ, റിലയൻസിന്റെ ഷെയർ വാങ്ങുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ റിലയൻസ് എടുത്തു. അതിനുശേഷം എന്താണ് അവർ ചെയ്തിരിക്കുന്നത്, ഇവിടെ MTF-ലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നത്. നോക്കൂ, റിലയൻസ് എടുക്കുന്നു, MTF-ലേക്ക് വരുന്നു. നേരെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് കൊടുക്കുന്നു, മാർക്കറ്റ് ഓർഡർ എടുക്കുന്നു, നമ്മൾ വാങ്ങുന്നു. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയേക്കാൾ 5x കൂടുതൽ അവർ നൽകുകയും ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ, നിങ്ങൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് ട്രേഡിംഗ് ടൈമിൽ നിങ്ങൾ ഇതുപോലെ വാങ്ങുകയാണ്. വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത്, അന്ന് വൈകുന്നേരം 5:30 അല്ലെങ്കിൽ 5:30 കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെയിൽ വരും. ആ മെയിലിൽ നിങ്ങൾ ഒരു ലിങ്ക് ആയിരിക്കും, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പ്ലെഡ്ജ് റിക്വസ്റ്റ് ആണ്, അത് ആക്സെപ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക. അത് 7 മണി വരെ ടൈമുണ്ട്. ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയേ ഉള്ളൂ, നിങ്ങൾ MTF വഴി കടം മേടിച്ചിരിക്കുകയാണ്, 5 ലക്ഷം രൂപയുടെ ഷെയർ ആണ് നിങ്ങൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം നിങ്ങൾ ആ ഒരു ലിങ്ക് വന്നപ്പോൾ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്കത് മാർജിൻ പെനാൽറ്റി ആയിട്ട് വന്ന് കിടക്കും. 4 ലക്ഷം രൂപയുടെ മാർജിൻ പെനാൽറ്റി അവിടെ കാണിക്കും. ഒന്നുകിൽ നിങ്ങൾ അവിടേക്ക് ഫണ്ട് ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ സീറോദ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് അതിനും നിങ്ങൾ മാർജിൻ പെനാൽറ്റി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒരു പെനാൽറ്റി കൊടുക്കേണ്ടി വരും. പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ MTF വഴി നിങ്ങൾ ഷെയറുകൾ എടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് 5:30 കഴിഞ്ഞ് തീർച്ചയായിട്ടും ഈ ലിങ്ക് 7 മണി വരെ ടൈമുണ്ട്, ഈ ലിങ്ക് അക്സെപ്റ്റ് ചെയ്യുക. അതായത് പ്ലെഡ്ജിങ് റിക്വസ്റ്റ് ആണ് വരുന്നത്. അവർക്ക് പ്ലെഡ്ജ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഒരു അഗ്രിമെന്റ് ആണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ മറ്റു പലരുടെ ഒരു സംശയമാണ്, നമ്മൾ ഈ ഒരു MTF എന്ന രീതിയിൽ നമ്മൾ വാങ്ങുന്ന ഷെയറുകൾ എവിടെയാണ് വന്ന് കിടക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടാവും അല്ലേ. സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഷെയറുകളെല്ലാം, നമ്മൾ വാങ്ങുന്ന ഷെയറുകളെല്ലാം വന്ന് കിടക്കുന്നത് ഈ ഒരു ഹോൾഡിംഗിലാണ് അല്ലേ. പക്ഷേ MTF എന്ന രീതിയിൽ അത് വാങ്ങുമ്പോൾ അത് അവിടെയല്ല വന്ന് കിടക്കുന്നത്. നമുക്ക് നോക്കാം അത് എവിടെയാണ് വന്ന് കിടക്കുന്നതെന്ന്. നിങ്ങൾ നേരെ നിങ്ങളുടെ ഫണ്ട്സിലേക്ക് പോവുക. അവിടേക്ക് വ്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് കാണാൻ സാധിക്കും അല്ലേ. വ്യൂ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടേക്ക് വരുന്നു, പുതിയൊരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നു. കണ്ടില്ലേ, ഇവിടെ ഓൾറെഡി ഇക്വിറ്റീസെന്നും കമ്മോഡിറ്റീസും നോക്കൂ, MTF ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ MTF സെലക്ട് ചെയ്യുന്നു. നേരെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ MTF-ലുള്ള ഫണ്ടെല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഞാനിത് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. തീർച്ചയായിട്ടും ഇങ്ങനെയാണ് നിങ്ങളുടെ MTF-ന്റെ ആ ഒരു ഫണ്ട് നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്നാൽ, ഇത് എല്ലാവരും ഉപയോഗിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം, 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഒരു ദിവസം 40 രൂപ വെച്ചാണ് വരുന്നത്. ഇത് ഒരു 30 ഡേയ്സ് ആകുമ്പോൾ എത്ര രൂപ വരുന്നു, അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് ആകുമ്പോൾ എത്ര രൂപ വരുന്നു. നമ്മുടെ മാർക്കറ്റ് അതിനനുസരിച്ച് മൂവ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പൈസ അവർക്ക് സുറോദയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നന്നായി അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ഇത് എടുക്കാവൂ. ഒരിക്കലും അല്ലെങ്കിൽ ഇത് എടുക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എത്രയാണോ അതിനനുസരിച്ചുള്ള ഷെയറുകൾ മാത്രം വാങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.